സെക്രട്ടേറിയറ്റിന് മുന്നിലെ നടപ്പാതകൾ കയ്യേറി സമരക്കാർ സ്ഥിരമായി നിർമ്മിച്ച പന്തലുകൾ പൊളിച്ചു നീക്കണമെന്നത് തലസ്ഥാനത്തിന്റെ ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു. ഏകദേശം ഒരു വർഷത്തോളമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥിരം സമരപ്പന്തൽ സ്ഥാപിച്ചായിരുന്നു ആദിവാസികളുടെ നിൽപ്പുസമരം. സമരം അവസാനിക്കുകയും പന്തൽ പൊളിച്ചു നീക്കുകയും ചെയ്തത് കാൽനടക്കാർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് മാവോയിസ്റ്റ് ഭീഷണി ശക്തമായ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷ ശക്തമാക്കാൻ ഇന്റലിജൻസ് നിർദ്ദേശിച്ചിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലുകൾ ഇന്ന് ഉച്ചയോടെ പോലീസ് പൊളിച്ചു നീക്കിയത്. സമരപ്പന്തലുകൾ പൊളിച്ചു നീക്കണമെന്ന ഹൈക്കോടതിയുടെയും ലോകായുക്തയുടെയും നിർദ്ദേശവും നടപടിക്ക് കാരണമായി. എന്നാൽ മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്നാണ് പന്തലുകൾ പൊളിച്ചതെന്ന് തിരുവനന്തപുരം തഹസീൽദാർ പറഞ്ഞു. സുരക്ഷ ഇപ്പോൾ ഇന്നത്തെ മാവോയിസ്റ്റ് ഭീഷണിയൊക്കെ ഇരുന്നുകൊണ്ട് അതിൽ കമ്പിയൊക്കെ എല്ലാം രണ്ടു തവണ പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലാൻഡ് ഓർഡർ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ചെങ്ങറ പാക്കേജിലെ അപാകതകൾ പരിഹരിക്കണമെന്നതടക്കം 1.5 വർഷം വരെ കാലദൈർഘ്യമുള്ള പന്തലുകൾ പൊളിച്ചു നീക്കിയവയിൽ ഉൾപ്പെടുന്നു. പന്തലുകൾ പൊളിച്ചു നീക്കിയെങ്കിലും സമരക്കാർ നടപ്പാതകളിൽ കിടന്ന് പ്രതിഷേധിച്ചു. മാവോയിസ്റ്റ് ഭീഷണി മറയാക്കി ജനകീയ സമരങ്ങളെ തകർക്കാനുള്ള ആസൂത്രിത നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന് ആക്ഷേപമുയർന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.